ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഇലച്ചെടി ഉണ്ടാക്കി നോക്കിയാലോ? വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ഇലച്ചെടി നമ്മളെല്ലാവരും കണ്ടു കാണും. എനിക്കിതിൻ്റെ പേരറിയില്ല. അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ A4 ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പേപ്പർ ഇലയുടെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഞാൻ ആ ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് ഇലകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഇലയ്ക്ക് പച്ച കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ഈ ഇലയുടെ നടുക്കുഭാഗത്ത് മറ്റൊരു കളറാണ്. അപ്പോൾ നമ്മൾ അതിനുള്ള സ്ഥലം വിട്ടിട്ട് വേണം പച്ച കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കാൻ. പെയിൻറ് ചെയ്യാതെ വിട്ട ഭാഗത്ത് ഞാൻ കടുത്ത റോസാണ് ഉപയോഗിക്കുന്നത്. ഒറിജിനൽ ആ ഇലയുടെ കളറ് എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഈ കളറാണ്. ഇനി നമുക്ക് ഈ ഇലയിൽ മെറൂൺ കളറാണ് പെയിൻ്റ് അടിക്കേണ്ടത്. അത് ചെറിയ ഡോട്ട് പോലെയാണ് വരയ്ക്കേണ്ടത്. ഇലയുടെ ഞരമ്പെല്ലാം ഈ കളർ ഉപയോഗിച്ചാണ് വരയ്ക്കേണ്ടത്. മെറൂൺ കളർ പെയിൻറ് ഉപയോഗിച്ച് തന്നെ ഇതിന് ഔട്ട്ലൈനും വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇല ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പറിലെല്ലാം പെയിൻ്റ് അടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ എല്ലാ ഇലയും പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമുക്കിതിനൊരു തണ്ട് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ന്യൂസ് പേപ്പർ ചുറ്റി ഞാനൊരു തണ്ട് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അത് ഈ റോസ് കളർ ഒരു പേപ്പറിൽ ചുറ്റി എടുക്കുകയാണ് ചെയ്യണത്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഇലയ്ക്ക് ഞെട്ട് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ന്യൂസ് പേപ്പർ ചുരുട്ടിയെടുത്തതിൽ റോസ് കളർ പെയിൻ്റ് അടിച്ച് അത് കട്ട് ചെയ്തിട്ടാണ് ഞെട്ടായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ഇലയ്ക്കും നമ്മൾ ഞെട്ടൊട്ടിച്ച് കൊടുത്തു. നമ്മൾ മുമ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തണ്ടിൽ ഇനി ഈ ഇലയെല്ലാം ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെയാണ് ഇലകളെല്ലാം ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇലച്ചെടി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയാണ് കാണാൻ. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.